സമ്മേളന നഗരിയിലേക്ക് പോകാം. അവിടെ കൈരളിയുടെ ടീം തയ്യാറാണ്. എങ്ങനെയാണ് സമ്മേളന നഗരിയിലെ ആവേശം എന്നൊക്കെ അറിയാൻ വേണ്ടി എസ് ഷീജ, പി വി കുട്ടൻ, എം സന്തോഷ് എല്ലാവരും തയ്യാറായി നിൽക്കുന്നു. മൂന്നുപേരിലേക്കും കുട്ടൻ, വളരെ സജീവമായ ചർച്ചാ വിഷയങ്ങൾ, രാഷ്ട്രീയ വിഷയങ്ങൾ, വിശകലനങ്ങൾ, എങ്ങനെയാണ് സമ്മേളനത്തിന്റെ ആവേശം, കാഴ്ചകൾ? സിത, വർഷ സമ്മേളനം വളരെ ആവേശത്തോടുകൂടി തന്നെ മുന്നോട്ട് പോവുകയാണ്. CPIM-ന്റെ സംസ്ഥാന സമ്മേളനം എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയ കേരളം തന്നെ ഉറ്റുനോക്കുന്ന തീരുമാനങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടാകുന്ന സമ്മേളനമാണ്. അത് അതിൻ്റെതായ ഗൗരവത്തോടു കൂടി തന്നെയാണ് പാർട്ടി സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായി വളരെ പ്രധാനപ്പെട്ട സമ്മേളനമാണ്. അതിൻ്റെ എല്ലാം ഗൗരവം അതോടൊപ്പം തന്നെ ആവേശവും ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ കോടിയേരിയുടെ അനശ്വരനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് കോടിയേരിയുടെ നാമധേയത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇരമ്പുന്ന ഈ നഗറിലാണ് ഇന്ന് പ്രതിനിധി സമ്മേളനം ആരംഭിച്ചത്. രാവിലെ മുതിർന്ന നേതാവ് AK ബാലനാണ് ഈ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തിയത്. പിന്നീട് പ്രതിനിധി സമ്മേളന ഉദ്ഘാടന ചടങ്ങായിരുന്നു. പ്രകാശ് കാരാട്ട്, CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്ററുമായ കാരാട്ടായിരുന്നു സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രസംഗത്തിലെ ഭാഗങ്ങളൊക്കെ നമ്മൾ ലൈവായും പിന്നീട് ബുള്ളറ്റിനുമൊക്കെ കണ്ടതാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് സമ്മേളനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 അജണ്ടകൾ ഇന്ന് ഉണ്ടായത്. ആദ്യത്തേത് CPM സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട്. കഴിഞ്ഞ ഈ സമ്മേളന കാലയളവിൽ എറണാകുളം സമ്മേളനത്തിന് ശേഷം കൊല്ലത്തേക്ക് എത്തി നിൽക്കുന്ന ഈ സമ്മേളന കാലയളവിൽ CPM സംഘടനാപരമായി നടത്തിയ പ്രവർത്തനങ്ങൾ, അതിലുള്ള മുന്നോട്ട് പോക്ക്, അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്ന തരത്തിലുള്ള വളരെ കൃത്യമായ സംഘടന അതോടൊപ്പം തന്നെ പ്രവർത്തന റിപ്പോർട്ട് കൂടിയാണ് MV ഗോവിന്ദൻ മാസ്റ്റർ അവതരിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇവിടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ഷീജ നൽകും. അതിനുശേഷമാണ് വളരെ പ്രധാനപ്പെട്ട ഈ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച രേഖ. അത് വൈകിട്ട് 4 മണിക്കാണ് അദ്ദേഹം ആ രേഖ അവതരിപ്പിക്കാൻ ആരംഭിച്ചത്. 1.5 മണിക്കൂറിലധികം അദ്ദേഹത്തിൻ്റെ പ്രസംഗം നീണ്ടു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായ വിവരം. അതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ കാര്യങ്ങൾ MV ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് തന്നെ ആദ്യം വരാം. കാരണം കേരളം ഏറെ ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുന്ന ഒരു രേഖയാണ്. കാരണം ഈ CPM-ന്റെ ഒരു സംഘടനാ സംവിധാനം അനുസരിച്ച് നമ്മുടെ LDF സർക്കാരിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയുന്നത് CPIM-ന്റെ സമ്മേളനം അംഗീകരിക്കുന്ന, ചർച്ച ചെയ്ത് അംഗീകരിക്കുന്ന രേഖകൾ, അതോടൊപ്പം തന്നെ പ്രവർത്തന പദ്ധതികൾ, അതൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിലേക്കുള്ള ബദൽ സംവിധാനങ്ങൾ കേരള സർക്കാരിന് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റുന്നത് ഇത്തരത്തിലുള്ള ഈ രേഖകൾ, ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ, ചർച്ചകൾ, ഇതിലൂടെയൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു തീരുമാനങ്ങൾ വരുമ്പോഴാണ് വളരെ കൃത്യമായ രീതിയിലുള്ളൊരു മാർഗ്ഗരേഖ, ഈ സർക്കാരിനുള്ളൊരു മാർഗ്ഗരേഖ തയ്യാറാവുന്നത്. കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിൽ മുഖ്യമന്ത്രി തരത്തിലൊരു രേഖ അവതരിപ്പിച്ചിരുന്നു. ആ രേഖയുമായി ബന്ധപ്പെട്ട് അതിൽ എന്തൊക്കെ നടപ്പിലാക്കി, ഏതൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടന്നു, അതിൻ്റെ വളരെ കൃത്യമായ വിലയിരുത്തൽ ഈ രേഖയിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വിവിധ ഭാഗങ്ങളായിട്ടാണ് ആ രേഖകൾ ഇന്ന് പിണറായി അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു വിശദാംശങ്ങൾ നമുക്ക് പറയാം. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം നവകേരളത്തെക്കുറിച്ച് അവതരിപ്പിച്ച രേഖയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതായത് ഞാനിപ്പോൾ പറഞ്ഞത്, ആ കാര്യങ്ങൾ അതൊന്നും മറന്നുകൊണ്ടല്ല, അതിൻ്റെ തുടർച്ചയാണ്. ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഭാഗം തന്നെ അതാണ്. നമുക്കറിയാം 57-ൽ അന്നത്തെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആ സർക്കാർ ഈ കേരളത്തെ ഈ രീതിയിലേക്ക് മാറ്റിയെടുത്തതിൻ്റെ ഏറ്റവും ചാലകശക്തിയായി നിന്നത് EMS സർക്കാരാണ്. ആ സർക്കാരിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾക്കെടുത്ത് 56-ൽ തൃശ്ശൂരിൽ നടന്ന സംസ്ഥാന സമ്മേളനമാണ്. അതിൽ അവതരിപ്പിച്ച നയരേഖയാണെന്നൊക്കെയുള്ളത് നമുക്ക് ചരിത്രത്തിലൂടെ വായിച്ചറിഞ്ഞ കുറേ അറിവുകളുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ പിണറായി ഇതുമായി ബന്ധപ്പെട്ട് രേഖ അവതരിപ്പിച്ചിരുന്നു. അതിനകത്ത് ആ നവകേരളത്തെക്കുറിച്ച് അവതരിപ്പിച്ച രേഖയെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ വിവിധ മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങൾ എന്തൊക്കെയാണ്, ആ നേട്ടങ്ങൾ എന്നെ സംബന്ധിച്ച് വളരെ വിശദമായ റിപ്പോർട്ട് തന്നെ മുഖ്യമന്ത്രി അവതരിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ, ഇതിൻ്റെ കൂടെ തന്നെ കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിട്ടുള്ള ഇടപെടലിൻ്റെ വിശദാംശങ്ങൾ, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഈ രേഖയിൽ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ജന്മിത്തം തകർക്കപ്പെട്ടു, അത് വളരെ നേരത്തെ തന്നെ തകർക്കപ്പെട്ടു. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ മറ്റൊരു ഇടത്തരം സമൂഹമൊക്കെ നമ്മുടെ നാട്ടിൽ സജീവമായി വരുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഏത് തരത്തിലുള്ള സമീപനങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഈ രേഖയിൽ, അത് നമ്മൾ ആലോചിക്കണം. വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയുള്ള രേഖയാണ് ഈ 1.5 മണിക്കൂർ നേരം കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അതെ, കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുള്ള അതുകൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ തന്നെ പറഞ്ഞത് അത് പൂർണ്ണമല്ല, അതൊരു സമ്മേളനം മുമ്പാകെ അവതരിപ്പിച്ച രേഖയാണ്. ഇനി മറ്റന്നാൾ, അതായത് ഒരു ദിവസം പൂർണ്ണമായും പ്രവർത്തന റിപ്പോർട്ടിനെ പറ്റിയും മറ്റൊരു ദിവസം പൂർണ്ണമായും ഈ രേഖയെ പറ്റിയുള്ള ചർച്ചയാണ്. അപ്പോൾ അതിൽ ഉരുത്തിരിയുന്ന നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്താണ്
ഈ പറയുന്ന രേഖ പരിപൂർണമാവുക. അത് ഈ സമ്മേളനത്തിന് ശേഷം പൊതുജനങ്ങൾക്ക് ഉൾപ്പെടെ ലഭ്യമാക്കുമെന്നുള്ളതാണ് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എന്തായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ? അതൊന്നും മറന്നു പോകരുത്. കാരണം ഈ കഴിഞ്ഞ ഈ പറഞ്ഞ ഇത്രയും വർഷങ്ങൾ, ഈ 2016 ശേഷമുള്ള വർഷങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൽ വികസനത്തിൻ്റെയും ജനക്ഷേമപരമായ കാര്യങ്ങളുടെയൊക്കെ വലിയ നമുക്കറിയാം, ക്ഷേമ പെൻഷനൊക്കെ വർദ്ധിപ്പിച്ച ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതായത് പ്രതീക്ഷക്കും അപ്പുറത്തേക്കാണ് ക്ഷേമ പെൻഷനുകളൊക്കെ വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ ആ കാലം എങ്ങനെയായിരുന്നു? LDF സർക്കാർ പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എങ്ങനെയായിരുന്നു കേരളം എന്നുള്ളത്? എങ്ങനെയായിരുന്നു സന്തോഷം? തീർച്ചയായും, അതായത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗമായി തന്നെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഈ ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു ഈ LDF സർക്കാരിന് മുൻപ് മുഖ്യമന്ത്രിയായി ഭരിച്ചിരുന്നത്. ആ സമയത്ത് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. വികസനക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മന്ദീഭവിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടം. അതിലെടുത്തു പറയുന്ന കാര്യം കേരളത്തിൻ്റെ വികസനത്തിൻ്റെ നാഴികക്കല്ലായിട്ടുള്ള പ്രധാനപ്പെട്ട ദേശീയപാത വികസനം, അത് ഭൂമി ഏറ്റെടുക്കാൻ സാധിക്കാതെ അത് നിർത്തുമെന്ന് പ്രഖ്യാപിച്ച ഒരു സർക്കാരാണ് UDF സർക്കാർ. മറ്റൊന്ന്, കൂടംകുളത്ത് നിന്നും കേരളത്തിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന ലൈനാണ്. അതും ഈ പ്രതിഷേധങ്ങൾ ഉണ്ടായ സമയത്ത് ഒറ്റയടിക്ക് കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് തകർത്തുകൊണ്ടാണ് ആ കൂടംകുളം പദ്ധതി ഉപേക്ഷിക്കുന്നതായി UDF സർക്കാർ പ്രഖ്യാപിക്കുന്നത്. മറ്റൊന്ന്, ഗെയിൽ പൈപ്പ് ലൈനാണ്. അത് മംഗലാപുരം വരെ നീണ്ടുന്ന ഗെയിൽ പൈപ്പ് ലൈൻ, അതും സമാനമായ രീതിയിൽ ഈ ചില പ്രതിഷേധങ്ങൾ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടപ്പോൾ ആ പദ്ധതിയും ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ കേരളത്തിൻ്റെ ബൃഹത് പദ്ധതികളെല്ലാം തന്നെയും, കേരളത്തിൻ്റെ ഭാവി വികസനത്തിലേക്ക് നയിക്കേണ്ടുന്ന പദ്ധതികളെല്ലാം തന്നെയും ഉമ്മൻചാണ്ടി സർക്കാർ അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ജനങ്ങൾ ആ പദ്ധതികളിലുള്ള പ്രതീക്ഷ, ഇനി അത് നടക്കില്ല എന്നുള്ള ഒരു നിലയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുന്നത്. ഇടതുപക്ഷ സർക്കാർ ആദ്യമെടുത്ത തീരുമാനങ്ങൾ ആയിരുന്നു ഈ പറയുന്ന ബൃഹത് പദ്ധതികൾ, കേരളത്തിലെ വികസനത്തിലേക്ക് നയിക്കുന്ന ഈ പദ്ധതികൾ പൂർത്തീകരിക്കുക എന്നുള്ളത്. അങ്ങനെ ഇന്ന് കാണുന്ന നിലയിലേക്ക് ദേശീയപാത 66 നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും വേഗത്തിൽ പുരോഗമിക്കുകയാണ്. ഒരു വർഷം കൊണ്ട് അത് പൂർത്തിയാകും എന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാൻ കഴിയുന്നതാണ്. ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ പദ്ധതി ഏറ്റവും വേഗത്തിൽ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. മംഗലാപുരത്തേക്ക് എത്തിക്കഴിഞ്ഞു അതിൻ്റെ പൈപ്പ് ലൈൻ. അതോടൊപ്പം തന്നെ ഈ വീടുകളിലേക്ക് നേരിട്ട് ഈ ഗ്യാസ് എത്തിക്കുന്ന പദ്ധതി കൂടി അതിൻ്റെ ഭാഗമായി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കൂടംകുളത്തെ നിന്നും വൈദ്യുതി എത്തിക്കുന്നതിന് ഭാഗമായിട്ടുള്ള ആ പദ്ധതിയും അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ പൂർത്തീകരണത്തിലെത്തുകയാണ്. അങ്ങനെ ഈ പദ്ധതികളെല്ലാം ഒരു കാലത്ത് UDF സർക്കാർ അവസാനിപ്പിച്ചു പോയ പദ്ധതികളെല്ലാം വളരെ ഇച്ഛാശക്തിയോടുകൂടി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ രേഖയിൽ പറയുന്ന കാര്യം. അതോടൊപ്പം തന്നെ ക്ഷേമ പദ്ധതികൾ, കുട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ, വികസനവും ക്ഷേമവും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു നിലപാടാണ് LDF സർക്കാർ സ്വീകരിച്ചത്. ആ വലിയ മാറ്റം അടയാളപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് ഈ ഒരു രേഖയിൽ വളരെ പ്രധാനമായും എടുത്തു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ മറ്റൊരു ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ നടക്കുന്ന ആശമാരുടെ ഒരു ചെറിയ വിഭാഗത്തിന്റെ സമരമുണ്ട്. അന്ന് അവർക്ക് ലഭിച്ചിരുന്നത് കേവലം 500 രൂപയാണ്. അതിൽ നിന്നും ഓണറേറിയം ഈ ഒരു 7000 രൂപയിലേക്ക് എത്തിയത് പോലും ഈ കഴിഞ്ഞ 9 വർഷം കൊണ്ടാണ്. ആ ഒരു മാറ്റവും എല്ലാ തലത്തിലും എല്ലാ മേഖലയിലും മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ രേഖയിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വളരെ പ്രധാനമായി പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് കേന്ദ്ര സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ കേരളത്തിനെ സമഗ്ര മേഖലയിലും തകർക്കുന്ന രീതി, കേരളത്തിലെ ജനങ്ങളോടുള്ള ജനവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. വെല്ലുവിളി, സാമ്പത്തിക അടിയന്തരാവസ്ഥ ഉൾപ്പെടെ നടത്തുന്ന രീതിയിലേക്ക് സാമ്പത്തികമായി അടിച്ചമർത്തുന്ന ഈ കാര്യങ്ങൾ ഉൾപ്പെടെ അതിനെതിരെ LDF നടത്തിയിട്ടുള്ള സമരം, ദില്ലി സമരം, കേരളത്തിൽ നടത്തിയ ജാഥകൾ, അതുൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ ഈ രേഖക്കകത്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാൻ ഫലപ്രദമായ ഇടപെടൽ നടത്താൻ LDF സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. 10 ലക്ഷത്തോളം പേർക്കാണ് ഇതിനകം തൊഴിൽ ലഭിച്ചത്. അത്തരം കാര്യങ്ങളൊക്കെ 20 ലക്ഷം പേർക്ക് തൊഴിൽ നൽകാനുള്ള പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട്. അതെ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായി പറയുന്നത് ഈ രേഖയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സജഷൻ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം വികസിത അർദ്ധവികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് കേരളത്തിൽ, അതായത് അവരുടെ പിറകെ പോലില്ല, അവർ നമ്മുടെ പിറകെ വരണം എന്നുള്ളൊരു ആശയം വെച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം വലിയ രീതിയിലേക്ക് വർദ്ധിപ്പിക്കുന്നൊരു മാതൃക മുന്നോട്ട് വെക്കുന്നത്. സ്വാഭാവികമായിട്ട് അതുണ്ട്, പക്ഷെ അതിൻ്റെ ഒരളവ് കൂട്ടിക്കൊണ്ടുള്ളൊരു സംവിധാനം ഇതൊക്കെ നടപ്പിലാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത തവണ LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ളതാണ്
CPM നേതാക്കൾ MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പറയുന്നത്. അപ്പോൾ ഏതായാലും നാളെയും മറ്റന്നാളും കാര്യമുണ്ട്. അതായത് ഈ കഴിഞ്ഞ ഈ LDF പറഞ്ഞ കാര്യങ്ങൾ പൂർത്തീകരിച്ചതാണ് വീണ്ടും രണ്ടാം LDF സർക്കാർ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതോടുകൂടി യാതൊരു നിസ്സംശയം വീണ്ടും ഇടതുപക്ഷ സർക്കാർ മൂന്നാമത് അധികാരത്തിൽ വരും എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ്. അതുതന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞത്. മറ്റൊരു കാര്യം കൂടി അതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടത്, ഈ സമ്മേളനം തുടങ്ങിയ ഘട്ടത്തിൽ സാധാരണഗതിയിൽ CPM സമ്മേളനങ്ങൾ തുടങ്ങുന്ന സമയത്ത് വിഭാഗീയത, നേതാക്കൾക്കെതിരായ വിമർശനങ്ങൾ, ഇങ്ങനെയുള്ള വാക്കുകൾ ഉയർന്നു കേട്ടെങ്കിൽ ഇത്തവണ എല്ലാ മാധ്യമങ്ങളും തുടർഭരണം എന്നുള്ള വാക്ക് ആവർത്തിച്ച് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ ഉപയോഗിച്ച വാക്ക് അതാണ്. അതായത് അങ്ങനെയുള്ള ഒരു തുടർഭരണം എന്ന് പറയുന്ന മാനസികാവസ്ഥയിലേക്ക് പ്രതിപക്ഷം എത്തുന്നു, ശശി തരൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തുന്നു, അതിനൊപ്പം മാധ്യമങ്ങൾ എത്തുന്നു, കേരള ജനങ്ങൾ മുഴുവൻ എത്തുന്നു. ആ ഒരു ഘട്ടത്തിൽ കൂടി ഈ സമ്മേളനം ചേരുമ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ കാര്യം വീണ്ടും അടിവരയിടുക തന്നെയാണ്. അത് ഒരു തുടർഭരണത്തിലേക്ക് തന്നെയാണ് കേരളം നീങ്ങുന്നത്. അതിലേക്ക് നയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഈ സമ്മേളനം കൈക്കൊള്ളുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ നയരേഖ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വളരെ വിശദമായി പറഞ്ഞു. ഇനിയിപ്പോൾ പാർട്ടി സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട്, അതിനകത്തും വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ നമുക്കറിയാം ലീഗിൻ്റെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ട് അക്കാര്യം ഷീജ പറയാം. തീർച്ചയായിട്ടും അതിൽ പ്രധാനമായും ഒരു 5 കാര്യങ്ങളിലൂന്നിയാണ് പ്രധാനമായി ഈ പ്രവർത്തന റിപ്പോർട്ട് ഇന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ ആദ്യം വരുന്നത് രാഷ്ട്രീയ സംഘടനയാണ്. അതിപ്പോൾ കേരളത്തിൽ എന്നതിനപ്പുറത്തേക്ക് ദേശീയ തലത്തിൽ തന്നെ ഏത് രീതിയിലാണ് സംഘടനാ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടത്, നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം എന്താണ്, അതിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റം, പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു ലേഖനം എഴുതിയിരുന്നു. അതിൽ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട് ഏത് രീതിയിലാണ് കോൺഗ്രസിൻ്റെ നിലപാട് മാറുന്നത്, ഏത് രീതിയിൽ അത് BJPക്ക് അനുകൂലമാകുന്നു, രാജ്യത്ത് തന്നെ വർഗീയതയെ അനുകൂലിക്കുന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്ന ഒരു സമീപനം, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ ഒരു സമീപനത്തിൽ ഉണ്ടാകുന്ന മാറ്റം, ഇതൊക്കെ അദ്ദേഹം വളരെ വിശദമായി തന്നെ പറയുകയുമുണ്ടായി. അതിനൊപ്പം രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത് പാർട്ടി സംഘടന, അതായത് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും ഈ സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ ഏത് രീതിയിലുള്ള മാറ്റങ്ങൾക്കാണ് പാർട്ടി വിധേയമായിട്ടുള്ളത്, ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതിൽ എന്തെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ വരുത്തണമെങ്കിൽ അങ്ങനെ ആ കാര്യങ്ങൾ എല്ലാം ഈ പ്രവർത്തന റിപ്പോർട്ടിൽ രണ്ടാമതായി പറയുന്നു. മൂന്നാമതായി നേരത്തെ കുട്ടൻ സൂചിപ്പിച്ച പോലെ തന്നെ നവകേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്നുള്ള രേഖ, അതും ഈ ഒരു പ്രവർത്തന റിപ്പോർട്ടിന്റെ ഭാഗമാണ്. കാരണം അതൊരു തുടർച്ചയാണ്, കഴിഞ്ഞ സമ്മേളനത്തിൽ നിന്നുള്ള ഒരു തുടർച്ചയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊന്ന് വർഗ ബഹുജന സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖയാണ്. അതിലും ഓരോ മേഖലയും അതാണ് നമ്മൾ എടുത്തു കാണേണ്ടത്. കാരണം ഒരു മേഖല മാത്രമല്ല, എല്ലാ മേഖലയും ഒരുപോലെ പരിഗണിച്ച് ഒരു സർക്കാർ പ്രവർത്തിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് പാർട്ടി പ്രവർത്തിക്കുന്നത്. കാരണം പാർട്ടി ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ കഴിഞ്ഞ സമ്മേളനം മുതൽ ഈ സമ്മേളനം വരെ പാർട്ടി അംഗീകരിച്ചിട്ടുള്ള രേഖകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ആ രേഖകളുടെ ഒരു വിലയിരുത്തൽ നടത്തുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികളും ഉണ്ടാകുന്നുണ്ട്. ഏതായാലും സംസ്ഥാന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടും നിരവധി കാര്യങ്ങൾ അദ്ദേഹം പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ ലീഗ്, മുസ്ലിം ലീഗ് എങ്ങനെയാണ് ഈ ചില സംഘടനകളുമായിട്ടൊക്കെ ബന്ധമുണ്ട്, മതസംഘടനയുമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ ഇപ്പോൾ മതരാഷ്ട്രവാദികളുമായി ചേർന്നുകൊണ്ടാണ് പ്രവർത്തനം നടത്തുന്നത്. അത് ലീഗിൻ്റെ തന്നെ അടിത്തറ ഇളക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട കാരണമാവും. മറ്റൊരു പ്രധാനപ്പെട്ട അപകടങ്ങൾ ഇപ്പോൾ എന്താണ്, അവർ UDFന് വോട്ട് നൽകുന്നു. അതോടൊപ്പം തന്നെ UDF തിരിച്ച് BJPക്ക് ഉൾപ്പെടെയുള്ള തീവ്രവർഗീയ ശക്തികൾക്ക് കോൺഗ്രസ് വോട്ട് നൽകുന്നു. ഇപ്പോൾ തൃശ്ശൂർ പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ട് ഉൾപ്പെടെ പാർട്ടി സെക്രട്ടറി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആ കാര്യം കൂടി. ഏറ്റവും ഒടുവിലെ നമുക്ക് അതിൽ കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമാണ്. അതിൽ തിരുവനന്തപുരം ജില്ലയിൽ കോർപ്പറേഷന് കീഴിലുള്ള ഒരു ശ്രീവരാഹം വാർഡ്, അവിടെ BJPക്കൊപ്പം കൂട്ടുകൂടി CPMനെ തോൽപ്പിക്കുക, അതായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. അവിടെ CPM വിജയിച്ചപ്പോൾ വോട്ട് നില പരിശോധിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ വോട്ടുകൾ പകുതിയിലധികം നഷ്ടമായിരിക്കുന്നു. അവിടെ BJP നേട്ടമുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു വലിയ അപകടം നിലനിൽക്കുന്നത് SDPയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പോലും UDF ഇടപെട്ടു എന്നുള്ളതാണ്. UDFിൻ്റെ വോട്ട് എവിടെയൊക്കെയാണോ SDPയെ വിജയിച്ചിട്ടുള്ളത് അവിടെയൊക്കെ UDFന് പകുതിയിൽ താഴെയായി വോട്ട് കുറഞ്ഞിരിക്കുകയാണ്. അത് പക്ഷേ ഒരു ദൂരവ്യാപകമായിട്ടുള്ള വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. പ്രധാനപ്പെട്ട തെളിവെന്നുള്ളത് പാലക്കാട് ബൈ ഇലക്ഷൻ നടന്ന ഘട്ടത്തിൽ പാലക്കാട് UDFിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചപ്പോൾ ഏറ്റവും ആദ്യം ആഹ്ലാദപ്രകടനം, നമ്മളൊക്കെ നേരിട്ട് കണ്ടതാണ്, ഏറ്റവും ആദ്യം ആഹ്ലാദപ്രകടനം നടത്തിയത് SDP ആയിരുന്നു. അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ 2 റിപ്പോർട്ടുകൾക്കൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രമേയം കൂടി ഇന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഒരു കാര്യം മാഷ് പറഞ്ഞതിൽ നേരത്തെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ മുസ്ലിം ലീഗ് മതരാഷ്ട്രവാദികളുമായി നേരിട്ട് കൂട്ടുകൂടുന്നതിലേക്ക് മാറിയിരിക്കുന്നു. അതിൻ്റെ പ്രയോജനം ആർക്കുകൂടി ലഭിക്കുന്നു, കോൺഗ്രസ് കൂടി അതിൻ്റെ ഭാഗമാകുന്നു. അതോടൊപ്പം തന്നെ പുതിയ ഒരു സംഘടനയുടെ ഉദയം, അത് മാഷ് സൂചിപ്പിച്ചിരുന്നു. കാസ എന്നുള്ള പേരിൽ ക്രിസ്തീയ മതവിഭാഗക്കാരായ
പ്രമുഖരായ ആളുകളെ തീവ്ര വർഗീയതയിലേക്ക് നയിക്കുന്ന രീതിയിൽ അത് മുസ്ലിം വിരുദ്ധ പ്രചരണത്തിൽ ഊന്നിക്കൊണ്ട് കാസ എന്ന് പറയുന്ന സംഘടന രൂപം കൊള്ളുന്നു. അതൊരു സംഘപരിവാർ സ്പോൺസർ ചെയ്യുന്ന സംഘടനയായി കാസ മാറുന്നു. അത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടുന്ന ഒരു വിഷയമാണ് എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ അടിവരയിടുകയാണ്. അതിൻ്റെ കൂടെ തന്നെയുള്ള ഒരു കാര്യം ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ശക്തികളെല്ലാം തന്നെയും പൊതുശത്രുവായി CPM പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അതായത് UDF-ന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെ തീവ്ര മതസംഘടനകളുമായി ചേർന്ന് മതമൗലികവാദ സംഘടനകളുമായി ചേർന്ന് മതരാഷ്ട്ര സംഘടനകളുമായി ചേർന്ന് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് തീവ്ര ഹിന്ദുത്വ ശക്തികൾ സംഘപരിവാർ സംഘടനകൾ, മറുഭാഗത്ത് അവർ സ്പോൺസർ ചെയ്യുന്ന കാസ പോലെയുള്ള സംഘടനകൾ ഒരു ഭാഗത്ത് പൊതുശത്രുവായി CPM പ്രഖ്യാപിച്ചിട്ടുണ്ടാകുമ്പോൾ യഥാർത്ഥ മതവിശ്വാസികളെയും അതോടൊപ്പം തന്നെ ജനങ്ങളെയും കൂടെ നിർത്തിക്കൊണ്ട് മതനിരപേക്ഷത ഉറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു നിലപാടുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് CPM റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നത്. മാത്രമല്ല അധികകാലം ഈ നിലപാട് ലീഗ് തുടർന്നു കഴിഞ്ഞാൽ അവർക്ക് തന്നെ കേരളത്തിലെ രാഷ്ട്രീയമായിട്ടുള്ള നിലനിൽപ്പ് തന്നെ ഇല്ലാതാകുന്ന തരത്തിലേക്ക് അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകും. പ്രത്യേകിച്ച് മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, നേരത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ കേരളത്തിൽ CPM ശക്തി കുറവുള്ള ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നും ഏറെ മാറി ഇന്ന് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലത്തെല്ലാം പാർട്ടി വളരെ വ്യക്തമായിട്ടുള്ള സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ട്. ആ ഭയത്തിൽ നിന്നാണ് ഈ മത തീവ്ര സംഘടനകളെ കൂടെ നിർത്തി CPM-നെതിരെ പോരാട്ടം നയിക്കുന്നതിലേക്ക് ഈ UDF ഉൾപ്പെടെ എത്തിയിട്ടുള്ളത്. അതിൻ്റെ വില കൊടുക്കേണ്ടി വരും, അവർ തന്നെ അതിന് വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. ഏതായാലും മറ്റൊന്ന് പ്രമേയത്തെ സംബന്ധിച്ചാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. CPM-ന്റെ സമ്മേളനങ്ങൾ പാസ്സാക്കുന്ന പ്രമേയങ്ങൾ അത് ജനകീയ വിഷയങ്ങളാണ്. അത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ നാടിൻ്റെ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന വിഷയമാണ്. ഏറ്റവും പ്രധാനമായും ഇന്ന് ഈ സമ്മേളനം പാസ്സാക്കിയിട്ടുള്ള പ്രമേയം എന്ന് പറയുന്നത് മാലിന്യമുക്ത കേരളത്തെ സംബന്ധിച്ചാണ്. അത് ഈ ശുചിത്വ കേരളത്തെ സംബന്ധിച്ചാണ്. അതിൻ്റെ 2015 മുതൽ ഇതിൽ ഈ CPIM അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ്. വളരെ താഴെ ഘടകങ്ങൾ മുതൽക്ക് തന്നെ ഈ മാലിന്യമുക്ത നവകേരളം എന്ന് പറയുന്ന ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ്. ഏതായാലും ഈ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് മാർച്ച് 30 എന്ന് പറയുന്നത് ലോക സീറോ വേസ്റ്റ് ദിനമായി ആചരിക്കുന്ന ദിനമാണ്. ആ ദിവസമാകുമ്പോഴേക്കും കേരളം എന്ന് പറയുന്നത് മാലിന്യമുക്തമായിട്ടുള്ള ഒരു സംസ്ഥാനമായി മാറണം. അതിന് പാർട്ടി ഘടകങ്ങൾ എല്ലാം തന്നെയും ഊർജ്ജസ്വലതയോടുകൂടി രംഗത്തെത്തുകയും ഒരു ജനകീയ മുന്നേറ്റമായി ഈ മാലിന്യ നിർമ്മാർജ്ജനത്തെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് സമ്മേളനം ആവശ്യപ്പെട്ടിരിക്കുന്നത്, ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ മാലിന്യ നിർമ്മാർജ്ജനം എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഇത്രയും അധികം പ്രാധാന്യം എന്താണ് എന്നുള്ള ചോദ്യം ഉണ്ടാകാം. പക്ഷേ എല്ലാത്തിൻ്റെയും വികസനത്തിൻ്റെ, അതായത് കേരളത്തെ ഈ ഇടതുപക്ഷ സർക്കാർ നയിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു വികസിത അർദ്ധവികസിത രാജ്യങ്ങൾക്ക് സമാനമായ രീതിയിലുള്ള ജീവിത സാഹചര്യമുള്ള ഒരു സംസ്ഥാനമായിട്ടാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം എത്തണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം മാലിന്യമുക്തമായിട്ടുള്ള ഒരു നാടായി മാറണം എന്നുള്ളതാണ്. ടൂറിസ്റ്റുകളെ, വിദേശ സഞ്ചാരികളെ ആകർഷിക്കണം, വിവിധ തരത്തിലുള്ള നിക്ഷേപകരെ ആകർഷിക്കണം. ഇതിനെല്ലാം അടിസ്ഥാനപരമായി നിലനിൽക്കേണ്ട ഒരു ഘടകം ഇതാണ്. അതാണ് അതിൻ്റെ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ അത് ഈ പാർട്ടി അംഗങ്ങളോടും പാർട്ടി അനുഭാവികളോടും പാർട്ടി ബന്ധുക്കളോടും എല്ലാം തന്നെയും ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമാകാനും മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി, മാലിന്യമുക്ത കേരളത്തിന് വേണ്ടി അണിനിരക്കണം എന്നുള്ള ആഹ്വാനമാണ് ഈ സമ്മേളനം പ്രമേയത്തിലൂടെ ഐക്യകണ്ഠേന പാസ്സാക്കിയിരിക്കുന്നത്. ഇനി ജനകീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പ്രമേയങ്ങൾ വരുന്ന ദിവസം ഡോക്ടർ തോമസ് ഐസക്കാണ് പ്രമേയ കമ്മിറ്റിയുടെ കൺവീനർ. വരും ദിവസങ്ങളിൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് എത്തിക്കാം. അതോടൊപ്പം തന്നെ നാളെ ഇന്നിപ്പോൾ ഗ്രൂപ്പ് ചർച്ച, വിവിധ ജില്ലകൾ അവരുടെ പ്രതിനിധികളുടെ ചർച്ച നടക്കുകയാണ്. നാളെ അത് ക്രോഡീകരിച്ചുകൊണ്ടുള്ള പൊതുചർച്ച നാളെയും മറ്റന്നാളും നടക്കും. അപ്പോൾ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളൊക്കെ നമുക്ക് അടുത്ത ബുള്ളറ്റിനൊക്കെ നൽകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അസിത, വർഷ, നമുക്ക് തിരിച്ച് സ്റ്റുഡിയോയിലേക്ക് കൊടുക്കാം. സന്തോഷം. ശരി. എന്തായാലും PV കുട്ടൻ, M സന്തോഷ്, S ഷീജ